എൻ്റെ മകനെ ഫുൾ അംഗീകാരം കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പണ്ട് എൻ്റെ മക്കളെ കൈപിടിച്ച് ഞാൻ എൻ്റെ ശ്രീമതിയെ തുടങ്ങിയപ്പോൾ ഉള്ളിലൊരു ചിന്ത ഉണ്ടായിരുന്നു. ആ ചിന്ത ഇന്നാണ് പൂർണ്ണമായത്. സന്തോഷം. 10 വർഷത്തിന് മുകളിലായി സഞ്ജു ഇന്ത്യൻ ടീമിൽ വരുന്നു. പക്ഷേ സ്ഥിരസാന്നിധ്യം ആകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ അടുത്താണ് സ്ഥിരസ്ഥാനമായും പിന്നീട് അങ്ങോട്ട് ഷൈൻ ചെയ്യാൻ തുടങ്ങി. സ്ഥിര സാന്നിധ്യം അവനാകുമായിരുന്നു. അവൻ്റെ കുഴപ്പം കൊണ്ടല്ല അവൻ സ്ഥിര സാന്നിധ്യം ആകത്തത്. അവൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഈ ലോകകപ്പിന് മുമ്പ് ന്യൂസിലൻഡ് പരമ്പരയിൽ നിരാശപ്പെടുത്തിയിരുന്നു. പിന്നീടാണ് മികച്ചൊരു പ്രകടനം സഞ്ജുവിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. അപ്പോൾ സഞ്ജു വിഷയങ്ങൾക്ക് സംസാരിക്കുകയോ ചെയ്തിരുന്നു? സംസാരിക്കലില്ല. ഞങ്ങളിതിനെക്കുറിച്ച് ചർച്ചയില്ല. ഒന്നും സംസാരിക്കും, അങ്ങോട്ടും സംസാരിക്കും, ഇങ്ങോട്ടും സംസാരിക്കും. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ പിള്ളയെ വിളിച്ച് സംസാരിക്കും. ഉണ്ടായത് അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നുമില്ല. നമുക്കിത് തിരിച്ചു വരും, തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എല്ലാവരും പറയുന്നത് ടീമിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളൊരു പോയിന്റാണ്. അവൻ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് ഇങ്ങനെയായത്. അവൻ ടീമിന് വേണ്ടി കളിക്കുന്നവനായതുകൊണ്ടാണ് അവൻ ഇങ്ങനെയായത്. അവന് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ അവനിങ്ങനെയല്ല. ടീമിൻ്റെ സ്ഥിരം സാന്നിധ്യം പണ്ടേ ആവുമായിരുന്നു. ഇനിയിപ്പം പുതിയ സീസണിൽ ചെന്നൈയിലേക്കാണ് പോകുന്നത്. ധോണിയുടെ കീഴിലാണ് കളിക്കാൻ പോകുന്നത്. അപ്പം സഞ്ജുവിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? സഞ്ജുവിന് പുതിയ മാറ്റങ്ങളൊന്നും വരാനില്ല. സഞ്ജു പഴയ സഞ്ജുവിനെ സഞ്ജു പുതിയ ആളല്ല. ഈ ഇപ്പോൾ പോണ പോലെ എന്തോ ഇതൊക്കെ സംഭവിച്ചെങ്കിൽ അവനും ഇങ്ങനെയൊക്കെ തന്നെ. ഇത് സംഭവിക്കാൻ എനിക്ക് സംഭവമാണ്, എന്നെക്കൊണ്ട് പറ്റും. അപ്പോൾ ഇത് ചെന്നൈയിൽ ചെന്നാൽ അവ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. സഞ്ജുവിന് ഒരു T20 പ്ലെയറിൻ്റെ അപ്പുറത്തേക്ക് ഏകദിനത്തിലും ടെസ്റ്റിലേക്കൊക്കെ പരിഗണിക്കേണ്ടതല്ലേ? ഇപ്പം ഞാനോ അനിയനോ പരിഗണിക്കാൻ പറ്റുമോ? സൗത്ത് ആഫ്രിക്കയിൽ പോയി വൺ ഡേയിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് വന്ന ചെറുക്കൻ അടുത്ത കളിയിലില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ കിട്ടാത്തതുകൊണ്ടല്ലേ അവൻ ചെയ്യാത്തത്. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയിൽ അവൻ വൺ ഡേയിൽ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ സെഞ്ചുറി അടിച്ചിട്ടോ. അടുത്ത് ഇന്ത്യൻ സെഞ്ചുറി ടീം വന്നപ്പോൾ അതിപ്പം അവൻ്റെ കുഴപ്പമില്ലല്ലോ. അവനെവിടെ കൊടുത്താലും അവൻ കളിക്കും. എന്തായാലും സഞ്ജുവിൻ്റെ ആ കഠിനാധ്വാനം തന്നെയാണ് ഈ ലോകകപ്പ് വിജയത്തിൽ പ്രധാന ഘടകമായതെന്നാണ് പിതാവ് വിശ്വനാഥ് സാംസൺ പറയുന്നത്. ക്യാമറാമാൻ സഞ്ജുവിൻ്റെ പിതാവ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഒരു മകൻ്റെ വിജയത്തിലെ ആത്മവിശ്വാസം ആ പിതാവിൻ്റെ വാക്കുകളിലൂടെ നമുക്കറിയാൻ സാധിച്ചു. തിരികെ രുജീഷ് ചേരുന്നുണ്ട്. രുജീഷ്, ഒരു മലയാളി താരം ഇന്ത്യൻ ടീമിനെ ലോക കിരീടത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണ്. കേരളത്തിലെ കായിക പ്രേമികൾക്കൊക്കെ അത്രത്തോളം അഭിമാനകരമായ ഒരു നിമിഷമാണ്. അതാണ് ഇപ്പോൾ വിശ്വനാഥ് സാംസൺ സംസാരിച്ചത് കേൾക്കുകയായിരുന്നു. കാരണം